ഹലോ ഫാമിലി. ഞാനിപ്പോൾ ഒരു പുള്ളിക്കാരൻ്റെ റീൽസ് കണ്ടായിരുന്നു കേട്ടോ, വീഡിയോ ഉണ്ടായിരുന്നു, മാക്സിമം ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ പറയുന്ന ഒരു സെൻറ്റൻസ് ആണ് എന്നെ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യിപ്പിക്കാനായിട്ടുള്ള കാരണം. ഇങ്ങനെ ആവാനുള്ള ദിവസം എന്താ സംഭവിച്ചത്? ഒന്ന് പേരും കൊണ്ട് തല പിടിച്ചിടിച്ചല്ലേ? ആ, പിന്നെ മോളെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? എന്നെ അടിക്കും, വെള്ളത്തെ പിടിച്ച് മക്കി. ഈ പെൺകുട്ടി ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ പെൺകുട്ടിയുടെ അമ്മ 6-7 പ്രാവശ്യത്തോളം നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി പരാതി നൽകിയിട്ടും ഒരു തരത്തിൽ പോലും ആ പരാതി സ്വീകരിക്കാനോ അതിനെതിരെ നടപടിയെടുക്കാനോ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ശ്രമിച്ചില്ല. അന്ന് അവർ ആ നടപടി സ്വീകരിക്കാഞ്ഞത് കൊണ്ടാണ് ഇന്ന് 1.5 വയസ്സുള്ള ആ ഒരു കുട്ടിക്ക് മരണം സംഭവിക്കേണ്ടി വന്നത്. അഷ്കർ എന്ന് പറയുന്ന ആ പരനാറി പോലീസുകാരുടെ ജീപ്പ് ഓടിക്കുന്നവനാണ് എന്നും പോലീസ് സ്റ്റേഷനുമായിട്ട് നമ്മള് ഇങ്ങനെ ഓരോ മരണം നടക്കുമ്പോഴും ഹാഷ്ടാഗ് ഇട്ട് അല്ലെങ്കിൽ ഫോട്ടോസ് ഷെയർ ചെയ്ത് അല്ലെങ്കിൽ ഫോട്ടോസിന്റെ AI വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് ഇങ്ങനെ നടക്കാന്നല്ലാതെ ഇതിലൊരു മാറ്റവും നമ്മുടെ കേരളത്തിൽ ഉണ്ടാവത്തില്ല. മാറ്റം വരും എന്ന് പറയുന്ന UDF ആയാലും BJP ആണെങ്കിലും LDF ആണെങ്കിലും അവർ കയറുന്ന സമയത്ത് ഭയങ്കര മാറ്റങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നല്ലാതെ തുടക്കത്തിൽ കുറച്ചിങ്ങനെ പടപടപടാന്ന് പറഞ്ഞ് കാണിക്കുന്നതല്ലാതെ ഒരു പരിഹാരവും ഒരു കാര്യങ്ങളും ഒരു മാറ്റങ്ങളും ഉണ്ടാകാൻ പോണില്ല. അത് നമ്മളുടെ കേരളത്തിൽ ജീവിക്കുന്നവരുടെ ഗതികേടാണ്. ഇതിൽ പറയുന്നൊരു വേടുണ്ട്, ഈ പറഞ്ഞ അഷ്കറിനെതിരെ അയാൾക്ക് ഓൾറെഡി ഒരു മുൻകാമുകി ഉണ്ടായിരുന്നു. അതിനെ വിവാഹ വാഗ്ദാനം നൽകി ഡാൻസ് സ്കൂളിലായിരുന്ന സമയത്ത് അതിനെ പീഡിപ്പിച്ചു. ലാസ്റ്റ് ആ കല്യാണത്തിൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ ആ കുട്ടി ആത്മഹത്യ ചെയ്തു. അതിനെതിരെ ഒരു കേസ് പോലും ഇല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി, അതിന്റെ ദയനീയാവസ്ഥ ഞാൻ ഇവിടെ കുറച്ച് ക്ലിപ്പ് ഞാൻ വെക്കാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ കുട്ടീനെ മർദ്ദിച്ച് സംസാരശേഷി പോലും ഇല്ലാതാക്കി കോമയിലാക്കി ആ കുട്ടി ഇപ്പൊ പ്രതികരിച്ചു വന്നിട്ടുണ്ട്. പ്രതികരിച്ചെന്ന് വെച്ചാൽ നമുക്ക് സങ്കടം വരും ഇത് കാണുമ്പോൾ. അതിൽ പറയുന്നൊരു സെന്റൻസ് ഉണ്ട്, അവരുടെ മാതാപിതാക്കൾ പറയുന്നതാണ്, പലവട്ടം പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴും ഇതിനെതിരെ ഒരു കേസ് പോലും പോലീസുകാർ എടുത്തിട്ടില്ല. ചെല്ലുന്നത് ഇങ്ങനെയായിരിക്കും, സാറേ എന്നെ തല്ലുന്നോ അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞായിരിക്കുമല്ലോ നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ പോലീസുകാരുടെ പൊതുവെ ഉള്ളൊരു ട്രെൻഡാണ്. അത് അനുഭവിക്കാത്തവർ കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നില്ല. സാധാരണക്കാരുടെ കാര്യം കൊണ്ടാ പറഞ്ഞാൽ, അല്ലാതെ ഈ പറഞ്ഞ കുറെ സെലിബ്രിറ്റീസ് ഉണ്ട്, അതും തള്ളി ഇതും തള്ളി നടക്കുന്ന കുറച്ച് സെലിബ്രിറ്റീസ്, പിന്നെ മറ്റേ വെള്ളയിട്ട കുറെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കുറെ ആൾക്കാരുകൾ, അവരൊക്കെ ചെല്ലുമ്പോൾ ഈ അനുഭവം ഉണ്ടാവില്ല. നമ്മൾ സാധാരണക്കാർ ചെല്ലുമ്പോൾ, കൈക്കൂലി കൊടുക്കാൻ പറ്റാത്തവർ ചെല്ലുമ്പോൾ ഉള്ള അനുഭവമാണ് ഞാൻ ഈ താഴെ പറയുന്നത്. ഇങ്ങനെ അനുഭവിക്കാത്തവർ കേരളത്തിൽ ഉണ്ടാവില്ല. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയായിട്ട് ചെല്ലുമ്പോഴേക്കും പറയുന്നു, ഇതൊക്കെ നിസ്സാരമല്ലേ, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നേ, അതിനേക്കാളും വലിയ കേസുകൾ ഇവിടെ നിൽക്കുന്നു. അതായത് അതിനേക്കാളും വലിയ കൊലപാതക കേസുകൾ ഇവിടെ അന്വേഷിക്കാൻ കിടക്കുന്നു, അവയവക്കെടുത്ത് അന്വേഷിക്കാൻ കിടക്കുന്നു, പോക്സോ കേസിൽ ഒരു കുട്ടിയെ പീഡിപ്പിച്ച് കൊന്നതിന്റെ കേസ് നടക്കുന്നു. നിസ്സാര കേസുകളൊന്നും അന്വേഷിക്കാൻ പോലീസിന് സമയമില്ല. പരിഹാസവും സ്ഥിരം പരാതിക്കാരി എന്നുള്ളൊരു അവഗണനയുമാണ് മിക്ക സ്റ്റേഷനിലുള്ളത്. അതായത് ഒരു വട്ടം ആ കുട്ടി ചെന്നു, 2 വട്ടം ചെന്നു, അങ്ങനെ 7-8 വട്ടം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ട് പോലും ആ കുട്ടി അവസാനം കോമയിലാകണ വരെ, കോമയിലായി സംസാരശേഷി പോയി, തളർന്നു പോയി, എന്നിട്ട് പോലും അവർക്കൊരു നടപടി ഈ ഒരു നായിന്റെ മോനെതിരെ എടുത്തിട്ടില്ല. അത് ഞാൻ ഇയാളൊന്നും പറയത്തില്ല, നമ്മളെ നിയമത്തിന്റെ ഈ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാത്തൊരു കുറവാണ്. നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ സ്ഥിരമുള്ളതല്ലേ, അയ്യോ ഫാമിലി കേസാണോ, ഇത് ഇവിടെ ഉള്ളതല്ല, അത് അപ്പുറത്തെ സ്റ്റേഷനിലുള്ളതാണ്, അല്ല ഇത് കോടതിയിൽ നിങ്ങൾ പോകണം. സഡൻ ആയിട്ടൊരു നടപടി എടുക്കാൻ പോലീസുകാർക്ക് പറ്റത്തില്ല. അതായത് ബഹുമാനപ്പെട്ട കോടതിയുടെ കുറെ റീൽസ് ഒക്കെ നമ്മൾ ഇങ്ങനത്തെ നിയമങ്ങൾ ഉണ്ടെന്നൊക്കെ, അതായത് തള്ള എന്ന് വിളിച്ചാൽ നടപടി എടുക്കണം, വെടി എന്ന് വിളിച്ചാൽ നടപടി എടുക്കണം, അടിച്ചാൽ നടപടി എടുക്കണം. ഞാനിതിൽ സ്ത്രീ പുരുഷനൊന്നും അല്ലട്ടോ പറയുന്നത്, മറ്റേ ഇത് തൊട്ടാൽ നടപടി എടുക്കണം, ബ്ലൗസിന്റെ ഉള്ളിൽ കൂടി തൊട്ടാൽ വേറെ നിയമം, ബ്ലൗസിന്റെ പുറകെ കൂടി തൊട്ടാൽ വേറെ നിയമം, കുട്ടികളുടെ ആണെങ്കിലും മുകളിൽ കൂടി തൊട്ടാൽ വേറെ, സെക്സ് ചെയ്താൽ വേറെ, അങ്ങനെ കുറെ റീൽസുകൾ നമ്മൾ കോടതിയുടെ കാണാറുണ്ട്. പക്ഷേ ഇതിൽ എന്തെങ്കിലും കാരണങ്ങളായിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ പറയും, അയ്യോ ഇത് കൊലപാതക കേസ് അന്വേഷിക്കുന്നതിന്റെ തിരക്കിലാണ്. അതായത് അപ്പൊ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, കൊലപാതകം ചെയ്യുന്നവർക്കും മുൻഗണന ഉണ്ട് കേട്ടോ പോലീസ് സ്റ്റേഷനിൽ. കൊലപാതകം ചെയ്യുന്നവർക്ക്, ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക്, പോക്സോ വെറുതെ ചെയ്താൽ പോരാ, പോക്സോയിൽ സെക്സ് പെനട്രേഷൻ നടന്ന കേസുകൾക്ക് വേറെ, അതായത് ഇങ്ങനെയുള്ള മെയിൻ കേസുകൾക്ക് മാത്രമേ കേരള പോലീസിന് നടപടി എടുക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നോ? ഇത് കേൾക്കാത്തവര് ഉണ്ടെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം എനിക്ക് വരെ, ഞാൻ സ്റ്റേഷൻ പറയാം, ഞാനിപ്പോ അമ്പലമേട് സ്റ്റേഷൻ പരിധിയിലാണ്, പുത്തൻകുരിശ് സ്റ്റേഷൻ പരിധിയിലും താമസിക്കേണ്ടി വന്നിട്ടുണ്ട്.
ഈ 2 സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ സ്ഥിരമായിട്ട് കേൾക്കുന്നൊരു കാര്യമാണ്, സാറേ എന്നെ ഇങ്ങനെ ഒരാൾ ശല്യം ചെയ്യുന്നു, ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എന്നെ എൻ്റെ മക്കളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കുട്ടികളെ വരെ പറയുന്നത് വളരെ മ്ലേച്ഛമായ രീതിയിലാണ്, അല്ലെങ്കിൽ സാറേ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോഴേക്കും അവർ നിരത്തുവാണ്, കൊലപാതക കേസ് അന്വേഷിക്കാനുണ്ട്, ഇത് അവിടുത്തെ കേസ് അന്വേഷിക്കുക. അതായത് സാറേ അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെയുള്ള കേസുകൾക്കൊക്കെ അവന്മാരെയൊക്കെ ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ച് ഞങ്ങൾ അവരെ കൊന്നതിന് ശേഷം മാത്രമേ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പാടുള്ളൂ. നാണാവുക ശരിക്കും പറഞ്ഞാൽ. ഇവരോട് നാണമില്ലെന്ന് ചോദിക്കാൻ പറ്റുന്നില്ല, കാരണം ഇതുങ്ങൾക്കൊന്നും നാണമില്ല. നാണാവണേണ് ഈ നാട്ടിൽ താമസിക്കുന്നത്. എന്തെങ്കിലും ഒരു ഗതി ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഞാൻ ഉൾപ്പെടുന്ന ഓരോരുത്തരോടും ഞാൻ പറയുന്നത്, എന്തെങ്കിലും ഗതി ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടണം. ആ കുഞ്ഞിന്റെ ഒരു AI ആണെങ്കിൽ ഒരു വീഡിയോ ഉണ്ട്, ഒരു ചെറുക്കൻ ഒരു പയ്യൻ റെഡിയാക്കിയതാണ് കേട്ടോ. അത് കാണുമ്പോൾ നെഞ്ച് നമ്മുടെ തകർന്നു പോവാണ്, നെഞ്ച് തകർന്നു. ഈ പോലീസുകാരെന്ന് പറഞ്ഞ ജന്തുക്കളോടും ഈ പറഞ്ഞ അധികാര ഇതിൽ നിൽക്കുന്നവരോട്, നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരോടൊക്കെയാണ് ഇത് നിങ്ങൾ വല്ല പറയുക, വല്ല കമന്റ് ഇട്ടാൽ പോലും വേണ്ടല്ലോ. നമ്മളുടെ മന്ത്രിനെ ഒരു തല വെച്ചിട്ട് ബാക്കിൽ, അതായത് താഴേക്ക് നെയ്ക്കഡായിട്ട് ഒരു KSRTC ജീവനക്കാര് അത് വെച്ചിട്ട് പോസ്റ്റ് ഇട്ടു, നടപടി ഉണ്ടായിരുന്നു. സാറേ ഞങ്ങളും ഇതുപോലുള്ള കാര്യങ്ങൾ നേരിടുന്നുണ്ട്. സാറ് പറഞ്ഞല്ലോ ഇങ്ങനെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇങ്ങനെയുള്ള കാര്യങ്ങള് വന്നു കഴിഞ്ഞാൽ ഞാൻ നടപടി എടുക്കണ്ടേ. അപ്പൊ ഒരു മന്ത്രിയെ പറഞ്ഞ സ്ഥിതിക്ക് ഞാനത് നടപടി എടുത്തില്ലെങ്കിൽ ലാസ്റ്റ് നിങ്ങളെ പറഞ്ഞാൽ എന്ത് ചെയ്യും? സാറേ ഞങ്ങൾ സ്ത്രീകളും കുട്ടികളും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വൃത്തികെട്ട കമന്റിന് ഇരയാകുന്നുണ്ട്. മനസ്സിലായോ? സാറ് ഇങ്ങനെ ഒരു പദവിയിൽ ഇരിക്കുന്നതിന്റെ പേരിൽ പെട്ടെന്ന് നടപടി ഉണ്ടായി. ഞങ്ങളെല്ലാം പട്ടിനെ പോലെ കയറി ഇറങ്ങിയിട്ട് പോലും നടപടി ഇല്ലാതെ, ഇപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നവർക്ക് തന്നെ അറിയാം, നടപടി ഇല്ലാത്തതിന്റെ പേരിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇവരെ ഫോട്ടോസും കാര്യങ്ങളും നമ്പർ ഉൾപ്പെടെ കിട്ടിയ കേരിയില് പബ്ലിക്കിൽ ഇടുന്നുണ്ട്. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പട്ടിനെ പോലെ നടക്കുന്നുണ്ട്. സാറിന്റെ ഒരു ഫോട്ടോ വന്നപ്പോഴേക്കും, സാറിന്റെ ഒരു പോസ്റ്റ് വന്നപ്പോഴേക്കും അയാളെ ആ ഒരു ജോലിയിൽ തന്നെ ഇതാക്കി. ഞങ്ങൾക്ക് എല്ലാവർക്കും മുഖ്യമന്ത്രി ആവാൻ പറ്റുമോ? ഞങ്ങൾക്ക് എല്ലാവർക്കും സെലിബ്രിറ്റി ആവാൻ പറ്റുമോ? ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രമുഖരാകാൻ പറ്റില്ല. ഞങ്ങൾ ഇതെല്ലാം അനുഭവിക്കുന്നുണ്ട്. ഞങ്ങൾ എന്ന് പറയാൻ കാരണം, എന്റെ അറിവിൽ തന്നെ ഒരു 50-ന് മുകളിൽ സ്ത്രീകളുണ്ട്. സ്ത്രീകളുടെ കേസ് മാത്രം എനിക്ക് അറിയാവുന്നതാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. അതുപോലെ നേരിടുന്ന ഒരുപാട് പുരുഷന്മാരും ഉണ്ട്. അപ്പൊ ഇതാണ് കേരളത്തിന്റെ നിയമം എന്ന് പറയുന്നത്. മാറാതെ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. നമ്മളെല്ലാരും ഇങ്ങനെ വീഡിയോസ് ഇടും, നമ്മളിങ്ങനെ റീൽസ് ഇടും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്രതിഷേധിച്ചിടും. ഒരു മാറ്റം ഉണ്ടാവില്ല. ഇവരിപ്പോ പറയുന്നുണ്ട് കേരളത്തിൽ സ്ത്രീകൾക്കും മറ്റേ കുട്ടികൾക്കാണ് മുൻഗണന. ഒരു മുൻഗണന ഉണ്ടാവില്ല. നിങ്ങളൊരു കൊലപാതകം ചെയ്യേ, അതിന് മുൻഗണന ലിസ്റ്റിൽ കയറി പറ്റാ കേരള പോലീസിൽ. ഒരു പോക്സോ ചുമ്മാ ചെയ്താൽ പോരാ, പോക്സോ ചെയ്ത കുഞ്ഞിനെ കൊല്ലണം. അല്ലെങ്കിൽ ഇതുപോലെ 2 കൈയും തല്ലി ഒടിച്ച് മാനസികമായി ശാരീരികമായി പീഡിപ്പിച്ച് അതൊരു സോഷ്യൽ മീഡിയയിൽ വൈറലാവണം. എന്നാ മാത്രമേ നടപടി ഉണ്ടാവത്തുള്ളൂ. എന്നിട്ട് ഒരു ന്യൂസ് ചാനലിലെ ഒരു ക്ലിപ്പും കൂടി ഞാൻ ഇവിടെ വെക്കാം. അതിൽ പറയുവാണ്, ഇയാൾക്കെതിരെ മുന്നേ ക്രിമിനൽ നടപടികൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോന്നൊന്ന് അന്വേഷിക്കണം എന്ന്. ഒന്നും അറിയാത്ത പോലെ കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന ഒരു ഇതാണ്. കേരള പോലീസ് എന്ന് പറയുന്നത് എക്സാക്ട് എനിക്ക് സ്റ്റേഷൻ അറിയാത്തതുകൊണ്ടാണ് കേരള നെടുമങ്ങാടാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവരിതൊന്നും അറിഞ്ഞിട്ടില്ല. മുമ്പ് ഈ പാരന്റ്സ് ഈ ഒരു മുൻ ഭാര്യനെ ഇങ്ങനെ തല്ലിയതും കൊന്നതും ഒരു 7-8 പരാതികളായിട്ട് ചെന്നതും ഒന്നും പോലീസിന്റെ ഇതില്ല. ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടോ എന്നും അന്വേഷണത്തിലാണെന്ന്. നാണമില്ല. നാണം എന്ന് പറഞ്ഞ സാധനമില്ല. ഇവിടെ ജീവിക്കുന്ന നമുക്കും നാണമില്ലാത്ത അവസ്ഥയാണ്. എവിടെന്നെങ്കിലും രക്ഷപ്പെട്ട് പോകാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെട്ട് പോകുന്നതാണ് നല്ലത്. ആ കുഞ്ഞിന്റെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു സംഭവം കേട്ടോ. ആ റീല് കണ്ടു കഴിഞ്ഞാല് അവന്റെ കണ്ണില് നമുക്ക് കാണുന്നില്ല, ഒരു പോരാളിനെ പോലെ എനിക്ക് തോന്നിയത്. കാരണം അവൻ അത്രയും 2 കൈയും തല്ലി ഒടിച്ച് അവന്റെ ദേഹമാസകലം ഉപദ്രവിച്ചിട്ടും അവൻ മാക്സിമം പോരടിച്ച് നോക്കിയിട്ടുണ്ട് ജീവിക്കാൻ. പറ്റാതായപ്പോ കുഞ്ഞ് മരിച്ചു. ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ വേണ്ട, പോലീസുകാരുടെ വീട്ടിലും രാഷ്ട്രീയക്കാരുടെ വീട്ടിലൊക്കെ വരുമ്പോ മാത്രം ഇതിനെല്ലാം ഇതുണ്ട്. അല്ലെങ്കിലോ നമ്മളെല്ലാരും സെലിബ്രിറ്റി ആവണം. എവിടെയെങ്കിലും തള്ളി പിടിച്ചോ, പുറകിൽ കെട്ടിയോ, അല്ലെങ്കിൽ തുറന്നു വെച്ചോ, എന്തെങ്കിലുമൊക്കെ സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങി നമ്മൾ ആ മേഖലയിൽ സെലിബ്രിറ്റി ആയാലും മതി, മനസ്സിലായി? അല്ലെങ്കിൽ വല്ല രാഷ്ട്രീയ നേതാവാവണം. എന്നാൽ മാത്രമേ കേരളത്തിൽ ജീവിക്കാം. അതാണ് അവസ്ഥ. ഇതൊക്കെ ഒരു സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും വീഡിയോ ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ ഇതൊക്കെ വീട്ടിലിരുന്ന് പ്രതികരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കുറെ കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞത് പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷൻ, അമ്പലമേട് പോലീസ് സ്റ്റേഷൻ, അവിടെയൊക്കെ പോയിക്കോളൂ. പോയി കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾക്ക് മറ്റേ അവയവ കടത്തിന്റെ ഇത് തിരക്കിലുണ്ടായിരുന്നു, മനസ്സിലായോ? മറ്റേ കൊലപാതകത്തിന്റെ കേസ് അന്വേഷിക്കാണ്ട്. പക്ഷെ ഞങ്ങൾക്കൊക്കെ ഒരു ഇതുള്ളത്, നമുക്ക് മേളിലിരിക്കുന്ന DCPക്ക് ഒരു പരാതി കൊടുത്താലോ കമ്മീഷണർക്ക് ഒരു പരാതി കൊടുത്താലോ പെട്ടെന്ന് നടപടി ഉണ്ടാവും. അതെങ്ങനെ പെട്ടെന്ന് നടപടി ഉണ്ടാവും എന്ന് മനസ്സിലാവുന്നില്ല. താടിയുള്ളപ്പനെ പേടിയുണ്ടല്ലേ, അതുകൊണ്ടാണോ?
അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ പുറകെ നടക്കും ഒന്നുകിൽ ഇവരെ ബോധ്യപ്പെടുത്തണം, നമ്മൾ ഇതിന്റെ പുറകിൽ നടക്കും, പരാതിയായിട്ട് മേളിൽ പോകും എന്നൊരു ബോധ്യപ്പെടുത്തണം. പട്ടിയാവുക എന്ന് പറയില്ല, പട്ടിയെ പോലെ നടത്തിക്കും. അല്ലെങ്കിൽ നമ്മൾ അങ്ങേയറ്റം ക്ഷമിച്ച് നമ്മൾക്കെതിരെ തിരിയുന്ന അവന്മാരെ വീട്ടിൽ കയറി അവരെ തല്ലിക്കൊല്ലണം. അപ്പൊ നമ്മൾ പ്രയോറിറ്റി ലിസ്റ്റിൽ കയറും കേട്ടോ. കേരള പോലീസിന്റെ പറഞ്ഞു പോകുന്നതാണ് സുഹൃത്തുക്കളെ, പറഞ്ഞു പോവാണ്. അത്രയ്ക്ക് ഇത് കണ്ടിട്ടൊക്കെ നമുക്ക് സഹിച്ച് മടുത്തു കേരളത്തില്. ക്രിമിനൽ മൈൻഡ് വ്യക്തമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാളുടെ മുൻകാല ചെയ്തികൾ കൂടി പരിശോധിക്കുകയാണ് പോലീസ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുഞ്ഞിനെ പലവട്ടം മർദ്ദിക്കുന്നത് അഷ്കർ പലവട്ടം